കുട്ടിക്കാലത്ത് നിങ്ങൾ കടന്നു പോയിട്ടുള്ള ഈ ഒരു അവസ്ഥ മുതിർന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങളെ ബാധിക്കും. പല ആളുകളും കടന്നു പോകാറുണ്ട് കുട്ടിക്കാലത്ത് പല വിധത്തിലുള്ള ട്രോമകൾ അല്ലേ. ചെറുപ്പത്തിൽ മാറ്റി നിർത്തലുകൾ, കളിയാക്കലുകൾ, അതേപോലെ കുറ്റപ്പെടുത്തലുകൾ, ചിലർക്ക് ഫിസിക്കലായിട്ടുള്ള അബ്യൂസ് നേരിട്ടിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ വളർന്നു കഴിഞ്ഞാൽ ആത്മവിശ്വാസം ഇല്ലാത്തവർ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ധൈര്യമില്ലാത്തവർ, നോ പറയാനുള്ള കഴിവുണ്ടാവില്ല. അങ്ങനെയും കൂടെ ഉണ്ട്. നോ പറയാനുള്ള കഴിവില്ലാത്തവരായിട്ട് മാറാറുണ്ട്. സ്വന്തത്തിന് വാല്യൂ ഉണ്ടാവില്ല. ഇതിന്റെ കാരണം കുട്ടിക്കാലത്ത് നമ്മുടെ ട്രോമകൾ നമ്മുടെ ഉപബോധ മനസ്സിനകത്താണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ ബോധമില്ലാത്ത ഉപബോധ മനസ്സ്. ഞാനൊരു ഉദാഹരണം പറയാം. പാറ്റകളെ പേടിക്കുന്ന മുതിർന്ന ആളുകളെ കാണാറുണ്ട് ഇല്ലേ. പാറ്റകളെ പേടിയുള്ള സ്ത്രീകളിലാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. ഇവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതെന്നാണ് അനുഭവപ്പെട്ടു തുടങ്ങിയത്? അവർ പറയും, എൻ്റെ കുട്ടിക്കാലത്തെ എനിക്കിത് പേടിയാണ്. എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഇവരുടെ ഉപബോധ മനസ്സിൽ പാറ്റയുടെ ഇമേജ് ഉണ്ട്. പാറ്റ പ്ലസ് ഭയം, ഇങ്ങനെയാണ്. ആ പാറ്റയെ കാണുമ്പം ആ ഭയം എന്ന ഇമോഷനാണ് ഓൺ ആവുക. അതായത് ബോധമില്ലാത്ത ഉപബോധ മനസ്സിൽ അതങ്ങനെ തന്നെ കിടക്കും. നിങ്ങൾ വളരും തോറും ഉപബോധ മനസ്സും വളരും. അവിടെ കിടക്കുന്നത് എന്താ? ഭയം എന്നുള്ളതാണ്. പാറ്റയെ നിങ്ങൾ കാണുമ്പോഴോ ഓർക്കുമ്പോഴോ നിങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻ ഭയമാണ്. ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കൂക്കി വിളിക്കും, ഒച്ച ഉണ്ടാക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതേപോലെയാണ് കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള പല ട്രോമകളും. മാറ്റി നിർത്തലായാലും കളിയാക്കലായാലും ഫിസിക്കലായിട്ടുള്ള അബ്യൂസ് ആയാലും ഇതൊക്കെ അവരിൽ ഇങ്ങനെ കിടക്കും. ഇവർ മുതിർന്നു കഴിഞ്ഞാൽ അങ്ങനെ കഴിവില്ലാത്തൊരു ഘട്ടത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണെന്ന് സ്വയം ഉപബോധ മനസ്സ് തീരുമാനിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ പെരുമാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാകും. അതായത് കുട്ടിക്കാലത്തുണ്ടായ ഏതൊരു ട്രോമയും നിങ്ങളെ ബാധിക്കും, അതൊരു സംശയമൊന്നുമില്ല. നിങ്ങൾക്കുണ്ടായിട്ടുള്ള ട്രോമകളൊക്കെ നിങ്ങൾ ഇന്നർ ഹീൽ ചെയ്യണം. നല്ലൊരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടെ അതിനെ നിങ്ങൾ ഹീൽ ചെയ്ത് അവിടെ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത ഒന്നാക്കിയിട്ട് ബോധമില്ലാത്ത ഉപബോധ മനസ്സിൽ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യണം. നിങ്ങളുടെ കുട്ടിക്കാലം മനോഹരമല്ലെങ്കിൽ മുതിർന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കും. അതായത് കുട്ടിക്കാലം നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന കാലമാണ്. നിങ്ങളുടെ മക്കളുടെയും കുട്ടിക്കാലമൊക്കെ നിങ്ങൾ നന്നായിട്ട് പോകാനുള്ള ശ്രദ്ധ കൊടുക്കുക. കാരണം നാളത്തെ നിങ്ങളാണ് അവർ.